ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, സവാള, ഉഴുന്നുപരിപ്പ്, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടലമാവ് അല്ലെങ്കിൽ മൈദമാവ് എടുത്താലും മതി. അതിനു മുമ്പായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കണം. പിന്നെ മാവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-2.5 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം. കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒന്നുകിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. നല്ല മയത്തിൽ മാവ് അരച്ചെടുക്കണം. അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടാണ് ഇത് യോജിപ്പിക്കുന്നത്. ഇതിലേക്ക് വെള്ളം പോരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പം നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഞാനൊരു 6-7 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഈ കല്ല് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം ചേർത്ത് കൊടുക്കാം. സവാള ഞാനൊരു 1.5 സവാള എടുത്തിട്ടുള്ളൂ. 2 സവാള എടുത്തിട്ടില്ല. പച്ചമുളക് അതുപോലെ തന്നെ എരിവ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനി നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് തണുത്തതിന് ശേഷമാണ് ഉരുളകളാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഉരുളകളാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഒരു ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 18 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ ഉരുളകളും ഈ മാവിൽ മുക്കിയിട്ട് മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കണം.
ഉടഞ്ഞു പോവരുത്. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു 3 എണ്ണം നമുക്ക് ഇപ്പോൾ വറുത്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് കടലമാവിന് പകരം മൈദമാവ് ആയാലും ഉപയോഗിക്കാം. മൈദ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടലമാവ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബോണ്ട ദാ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. വൈകുന്നേരം ചായക്കൊക്കെ പലഹാരത്തിന് നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.